നമസ്കാരം. വർഷങ്ങളായി മെക്സിക്കോയിൽ തുടരുന്ന മയക്കുമരുന്ന് മാഫിയകൾ തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റുമുട്ടലുകളിൽ ഏതാണ്ട് 20ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. വ്യത്യസ്ത ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് ഇവിടെ പ്രധാനമായും നടക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം ഈ 20 പേർ കൊല്ലപ്പെട്ടതിന് തൊട്ട് പിന്നാലെ 4 പേരുടെ മൃതദേഹങ്ങൾ സിനലോവ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു പാലത്തിൽ തൂക്കിയിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇവരുടെ തലകൾ മറ്റൊരു പ്ലാസ്റ്റിക് കവറിലാക്കി അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തലവെട്ടി മാറ്റിയ നിലയിൽ കാണപ്പെട്ട 4 പേരും ഇത്തരത്തിലുള്ള അധോലോക സംഘങ്ങളിൽപ്പെട്ടവരായിരിക്കാം എന്നാണ് കരുതുന്നത്. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതിന് കുറച്ച് അകലെയായി ഹൈവേയിൽ ഏതാണ്ട് 16ഓളം പുരുഷന്മാരെ വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ ഒരാളുടെ തല വെട്ടിമാറ്റിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു കുറിപ്പും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സിനലോവയിലേക്ക് സ്വാഗതം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഈ അധോലോക സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വളരെ നാളുകളായി ഇപ്പോഴും തടസ്സമില്ലാതെ തുടരുകയാണ്. സർക്കാരിന് ഇവരെ ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. മെക്സിക്കോയിലെ കുപ്രസിദ്ധ മയക്കുമരുന്ന് സംഘങ്ങളായ ലോസ് ചാപ്പിറ്റോസും ലാ മൈസയും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ തെരുവുകളിലെല്ലാം തന്നെ യുവാക്കൾ ആയുധങ്ങളേന്തി മുഖംമൂടി ധരിച്ച് ബൈക്കുകളിൽ ചുറ്റിത്തിരിയുന്നത് കാണാം. അവർക്ക് സംശയം തോന്നിയാൽ ആരെ വേണമെങ്കിലും അവർ വെടിവെക്കും, കൊല്ലും എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പലപ്പോഴും ഈ നഗരത്തിൽ പല ഭാഗങ്ങളിലും ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കാരണം സാധാരണക്കാരായ ജനങ്ങൾക്കും വെടിയേൽക്കാറും അതിൽ ആക്രമണങ്ങൾ പരിക്കേൽക്കാറുമൊക്കെ തന്നെയുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഘർഷത്തിൽ ഈ തലസ്ഥാന നഗരം തന്നെ സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. ഇവിടെ സ്കൂളുകളും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ദിവസങ്ങളോളം അടച്ചിടേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ പറയുന്നത് പോലീസും സൈന്യവും തമ്മിലുള്ള ഏകോപനത്തിലൂടെ ഇത്തരത്തിലുള്ള അധോലോക സംഘങ്ങളെ തീർത്തും ഒതുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഇത് വാക്കുകൾ മാത്രമാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അവർക്ക് ഒരിക്കലും അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ തന്നെയാണ് ഈ അധോലോക സംഘങ്ങൾ തമ്മിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടുത്തെ മറ്റൊരു കുപ്രസിദ്ധ അധോലോക നേതാവിനെ പോലീസ് പിടികൂടി ഇയാളെ അമേരിക്കയ്ക്ക് കൈമാറിയിരുന്നു. കാരണം ഇയാളുടെ പേരിൽ അമേരിക്കയിൽ നിരവധി മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ അമേരിക്കയ്ക്ക് കൈമാറുകയായിരുന്നു. ഇപ്പോൾ അയാൾ അമേരിക്കയിലെ ജയിലിൽ കഴിയുകയാണ്. ഈ വ്യത്യസ്ത അധോലോക സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ചില അധോലോക സംഘങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന വിരോധം ഉപേക്ഷിച്ച് ഒരുമിച്ച് ചേർന്ന് തങ്ങളുടെ ചില പൊതുശത്രുക്കളായ മറ്റു ചില അധോലോക സംഘങ്ങൾ, അതായത് മയക്കുമരുന്ന് കച്ചവടക്കാരെ നേരിടാനായി തയ്യാറായി രംഗത്തെത്തി എന്നാണ്. അതിൻ്റെ ഫലമായിട്ടാണ് 20ഓളം പേർ കൊല്ലപ്പെട്ട ഈ ഒരു വലിയ കൂട്ടക്കൊല നടന്നത് എന്നാണ് പോലീസും സ്വാഭാവികമായും സംശയിക്കുന്നത്. മെക്സിക്കോയിൽ പതിറ്റാണ്ടുകളായി ഈ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന ഗ്യാങ്ങുകൾ അവിടെ ആധിപത്യം സ്ഥാപിച്ചു. അവിടുത്തെ രാഷ്ട്രീയത്തിലും സർക്കാരിലും എല്ലാം തന്നെ അസാമാന്യമായ സ്വാധീനമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ആ രാജ്യത്തുള്ളതുപോലെ തന്നെ ആയുധങ്ങളും മറ്റ് സന്നാഹങ്ങളും എല്ലാം ഈ അധോലോക സംഘങ്ങളുടെയും കൈവശമുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രധാന പിൻബലം. ഏതായാലും പടിഞ്ഞാറൻ മെക്സിക്കോയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ നിന്ന് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം അധോലോക സംഘങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാമെന്നും ഇവർ മാധ്യമപ്രവർത്തകരെയൊക്കെ തന്നെ ആക്രമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. എല്ലാ വർഷവും ദിവസം ഇവിടെ ഒരു കൊലപാതകമെങ്കിലും നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ വസ്തുത. അത് പ്രധാനമായി അധോലോക സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ തന്നെയാണ് ഉണ്ടാകാറുള്ളത്.